സിനിമയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ട്രെയിലറിനെ കുറിച്ച് പറയാമെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുക എന്നാണല്ലോ ട്രെയിലറിന്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഗംഭീര ട്രെയിലർ കട്ട്സ് ആയിരുന്നു കിഷ്കിന്ധാകാന്ഡത്തിന്റേത്. സിനിമയുടെ ഒരു മൂഡ്, പ്രധാന കഥാപാത്രങ്ങൾ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുമ്പോഴും ആ മിസ്റ്ററി ഒക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കും ഫീൽ ചെയ്യുന്ന, കാണാനുള്ള ചിലതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പായിരുന്നു. സിനിമ കണ്ടു കഴിയുമ്പോഴും മനസ്സിലാകും അത് ജെനുവിൻ ആയിരുന്നു എന്നുള്ളത്. അപ്പോ കിഷ്കിന്ധാകാന്ഡത്തെ കുറിച്ച് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയാനാണെങ്കിൽ റിസർവ് ഫോറസ്റ്റിന്റെ ബോർഡറിൽ താമസിക്കുന്ന അജയചന്ദ്രനും കുടുംബവും, അച്ഛൻ അപ്പുപിള്ള മുൻപ് മിലിറ്ററി സർവീസിലായിരുന്നു. ആ ചിട്ടകളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾ. ആ വീട്ടിലേക്ക് അപർണ എന്ന കഥാപാത്രം കൂടെ വരുന്നതോടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറയുന്നത്. ഒരു മിസ്റ്ററി സ്വഭാവം സിനിമയിൽ ഉടനീളമുണ്ട്. അതിനാൽ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സ്ഥലത്തെ, അവിടുത്തെ മറ്റു പ്രത്യേകതകളെയൊക്കെ സിനിമ ഗംഭീരമായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതും കാണാം. പവർഫുൾ ആയ തിരക്കഥ, അതിലെ ഓരോ മൊമെന്റ്സിനെയും ഇന്റൻസ് ആയി തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് സിനിമ. വിജയരാഘവനാണ് അപ്പുപിള്ള എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ റിട്ടയർമെന്റ് ജീവിതത്തിലും പഴയ ചിട്ടയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ കഥാപാത്രത്തെ പരിചയപ്പെടുന്നതെങ്കിലും സിനിമ ഈ കഥാപാത്രത്തിന്റെ ഒരു യാത്ര കൂടെയാണ് പറയുന്നത്. കഥയുടെ വികാസത്തിന്റെ ഓരോ ഘട്ടത്തിലും അപ്പുപിള്ളയെ നമ്മൾ കൂടുതൽ അറിയുന്നുണ്ട്. അയാളുടെ സ്വഭാവം, പ്രതികരണങ്ങൾ, ചിന്തകൾ, യാത്രകളൊക്കെയായി ആ കഥാപാത്രത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും പ്രേക്ഷകന്റെ മനസ്സിൽ കൂടെ സ്ഥാനം നേടുന്നതിൽ വിജയരാഘവന്റെ പ്രകടനം ഗംഭീരമായി വന്നിട്ടുണ്ട്. സ്പോയിലർ ആവും എന്നതിനാലാണ് സീനുകൾ എടുത്തു പറയാൻ സാധിക്കാത്തത്. ആ കഥാപാത്രത്തിന്റെ ഗ്രോത്ത് എന്നത് വളരെ ജെന്യൂൻ ആയാണ് തിരക്കഥ പരിഗണിച്ചിരിക്കുന്നത്. പ്രകടനത്തിൽ വിജയരാഘവൻ അതൊന്നുകൂടെ ഉയർത്തുന്നതുമുണ്ട്. ഒരു കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങളൊക്കെ ഇത്രയും മികച്ച രീതിയിൽ ഈ അടുത്ത കാലത്തൊന്നും സ്ക്രീനിൽ വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറി ഒക്കെ കിട്ടില്ലൻ. മകൻ അജയനായാണ് ആസിഫ് അലി എത്തുന്നത്. അച്ഛന്റെ കീഴിലെ മകൻ, അയാളുടെ സങ്കടങ്ങളൊക്കെയായി അജയൻ എന്ന കഥാപാത്രത്തിനൊരു കൃത്യമായ ബേസ് ഉണ്ട്. ആ ബേസ് ആസിഫ് അലിയിൽ പക്ക ആയതുകൊണ്ട് തന്നെ ബിഹേവിംഗ് എന്നത് ഓർഗാനിക്കായി ഫീൽ ചെയ്യുന്നുമുണ്ട്. രണ്ടാം പകുതിയിലാണ് പെർഫോമൻസിന്റെ ഒരു പീക്ക് ലെവൽ ആസിഫ് അലി കൊണ്ടുവരുന്നതും. അജയൻ എന്ന കഥാപാത്രം അനുഭവിക്കുന്നത് കാണുന്ന ഒരാൾക്കും അനുഭവിക്കാൻ പറ്റുമെന്നതാണ് ചുരുക്കി പ്രകടനത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. അച്ഛൻ മകൻ ജീവിതത്തിന്റെ ഒരു വലിയ ഭൂതകാലമുണ്ട് എന്നതിൽ നമ്മൾ കാണുന്നത് വളരെ ചുരുക്കം സീനുകളിൽ മാത്രമാണ്. ആ ചെറിയ സ്പേസിൽ തന്നെ ഇവരുടെ ഇമോഷൻസിനെ ഒക്കെ ഗംഭീരമായി അടയാളപ്പെടുത്താൻ പ്രകടനത്തിലൂടെ രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട്. അപർണ എന്ന കഥാപാത്രമായാണ് അപർണ ബാലമുരളി എത്തുന്നത്. മിസ്റ്ററി സോൾവ് ചെയ്യാൻ നമ്മുടെ ആലോചനകളൊക്കെ ഉണ്ടാകുമല്ലോ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ രീതിയിൽ സിനിമയ്ക്കകത്ത് പരിഗണിക്കുന്ന ഒരു കഥാപാത്രമാണിത്. അപർണ ഇത് കൺവിൻസിംഗ് ആയി തന്നെ ചെയ്തിട്ടുമുണ്ട്. ജഗദീഷ് സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. കിടലായിരുന്നു പ്രത്യേകിച്ച് ആ ബോഡി ലാംഗ്വേജ് ഒക്കെ. അശോകൻ, ജിബിൻ ഗോപിനാഥ്, കോട്ടയം രമേശ്, നിശാന്ത് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. ടെക്നിക്കൽ സൈഡിൽ നോക്കിയാലും പശ്ചാത്തലത്തെയും സിനിമയുടെ മൂഡിനെയും നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഉടനീളം കാണാൻ സാധിക്കും. മുജീബ് മജീദിന്റെ പശ്ചാത്തല സംഗീതം വൈകാരിക നിമിഷങ്ങളെയൊക്കെ മനസ്സിൽ പതിപ്പിക്കുന്ന വിധത്തിൽ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ക്ലൈമാക്സിലെ സ്കോറൊന്നും പറയാനില്ല. എഴുത്തുകാരൻ ബാഹുൽ രമേശ് തന്നെയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. നല്ല കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ഡീറ്റെയിൽഡ് ആയിട്ടാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് പോകുന്നത്. ആ ഡീറ്റെയിലിംഗിൽ എന്തൊക്കെ എങ്ങനെ എന്നുള്ളതിൽ എഴുത്തുകാരന്റെ വിഷൻ എന്നത് ഈ കാഴ്ചകളിലും മികച്ച രീതിയിൽ വരുന്നുണ്ട്. സൂരജ് GSന്റെ എഡിറ്റിംഗ്, ഈ പാരലൽ മൊമെന്റ്സ് ഒക്കെ വരുമ്പോഴും ടെൻഷൻ ബിൽഡ് ചെയ്യുന്നത് കിട്ടലായിട്ടാണ്. മൊത്തത്തിൽ ആ വീടും അതിന്റെ പരിസരവും ഒക്കെയായി ആംബിയൻസ് ബിൽഡ് ചെയ്യുന്നതും മികച്ച രീതിയിൽ തന്നെയാണ്. ശബ്ദ മിശ്രണം കൂടെ ഇതിനൊപ്പം പരാമർശിക്കേണ്ടതുണ്ട്. കക്ഷി അമ്മിണിപ്പിള്ളയാണ് ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഇതിന് മുന്നത്തെ സിനിമ. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സിനിമയുമായി വരുമ്പോൾ അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്. സിനിമയുടെ നട്ടെല്ല് എന്നത് തിരക്കഥ തന്നെയാണ്. ആദ്യം പശ്ചാത്തലത്തിലേക്കും പിന്നീട് കഥാപാത്രങ്ങളിലേക്കും പ്രേക്ഷകരെ കൊണ്ടുപോവുകയും പിന്നീട് നമുക്ക് തന്നെ അവരെ വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥ കൂടെയാണ്. മിസ്റ്ററി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഭാഗമായി വരുന്ന സംഭവങ്ങളിലോ കഥാപാത്രങ്ങളുടെ പെരുമാറ്റത്തിലോ ഒന്നും ഫേക്ക് എന്ന പരിപാടിയേ ഇല്ല. അത്രയും ഗംഭീരമായ ഡീറ്റെയിലിംഗിലാണ് സിനിമ മുന്നേറുന്നത്. അതുകൊണ്ടുകൂടെ ആകാം ഒരു ഹോണ്ടിങ് അനുഭവമായിട്ട് അത് അവസാനിക്കുന്നതും. ഓരോ സിറ്റുവേഷനെയും നമ്മളൊരു റിട്രോ അനാലിസിസ് നടത്തിയാലും അവിടുത്തെ ഇമോഷൻസ് എന്നത് കൺവിൻസിംഗ് ആണ്. തിരക്കഥ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞ് ആ കഥാപാത്രങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. അവസാനത്തെ ഒരു അരമണിക്കൂറിൽ വരുന്ന സംഭാഷണങ്ങൾ, അജയനും അപ്പുപിള്ളയും ഒക്കെ ഇത്രയും കാലം ജീവിച്ച് അനുഭവിച്ച് വന്നിടത്തു നിന്നും അവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്റൻസ് ആകുന്നത് ഈ സമയം കൊണ്ട് അവർക്കൊപ്പമുള്ള യാത്ര പ്രേക്ഷകർക്കും സാധ്യമായി എന്നതുകൊണ്ട് തന്നെയാണ്. തിരക്കഥാകൃത്തും സംവിധായകനും വലിയ കയ്യടികൾ അർഹിക്കുന്നു. ആലോചിക്കും തോറും വീണ്ടും ഇങ്ങനെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു സിനിമ. ഓവറോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ സിനിമ കണ്ടിട്ട്. ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയായി നിൽക്കുന്നുണ്ട്. എങ്കിലും വീണ്ടും കാണണമെന്നുകൂടെ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കൂടെയാണ്. ഒരു പ്രത്യേക ജോൺറയിൽ വരുന്ന സിനിമ എന്ന നിലയിൽ പറയാൻ സാധിക്കുമോ എന്നറിയില്ല. മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ ആ നിഗൂഢതകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ആ ലൂപ്പിലേക്ക് എങ്ങനെയാണ് പ്രേക്ഷകനെ കൂടെ കൊണ്ടുപോകുന്നത് എന്നതിലൊക്കെ കിഷ്കിന്ധാകാന്ഡം വല്ലാത്തൊരു അനുഭവമാണ്. മലയാളത്തിൽ ഇറങ്ങിയ ക്ലാസിക് സിനിമകളോടൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന അനുഭവം എന്ന രീതിയിൽ തന്നെ കിഷ്കിന്ധാകാന്ഡം അനുഭവപ്പെട്ടു. സിനിമ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. കണ്ടു നോക്കൂ. നിങ്ങളിലെ സിനിമാ സ്നേഹിയെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാകും. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു.